ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ എത്തുന്ന പ്രധാനമന്ത്രി ഭാരതീദാസൻ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഉച്ചയ്ക്ക് തിരുച്ചിറപ്പള്ളിയിലെ പൊതുപരിപാടിയിൽ വ്യോമയാനം, റെയിൽ, റോഡ്, എണ്ണ, പ്രകൃതിവാതക, ഉന്നത വിദ്യാഭ്യാസ മേഖലകളുമായി ബന്ധപ്പെട്ട 19,850 കോടി രൂപയിലധികം വരുന്ന വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒന്നിലധികം റെയിൽവേ പദ്ധതികളും ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും. തുടർന്ന് വൈകിട്ട് ലക്ഷദ്വീപിലെ അഗത്തിയിലെത്തുന്ന അദ്ദേഹം പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ കവരത്തിയിൽ വാർത്താവിനിമയം, കുടിവെള്ളം, സൗരോർജ്ജം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ നിരവധി വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. തുടർന്ന് കവരത്തിയിലെ സൗരോർജ്ജ പ്ലാന്റ് രാജ്യത്തിന് സമർപ്പിക്കും. മറ്റന്നാൾ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി വൈകിട്ട് തൃശൂരിൽ 2 ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിലും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തൃശൂർ ജില്ലയിലെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. പുതുവത്സര ദിനത്തിൽ ISRO PSLV C-58 എക്സ്പോസാറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ രാവിലെ 9:10 വിക്ഷേപണം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ താരങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുകയാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ദൌത്യത്തിന്റെ കാലാവധി 5 വർഷമാണ്. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും എക്സ്പോസാറ്റിനൊപ്പം വിക്ഷേപിച്ചു. എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ISROയെ അഭിനന്ദിച്ചു. സമസ്ത മേഖലയിലും പുരോഗതി കൈവരിക്കാൻ 7.5 വർഷത്തിനിടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃക്കാക്കര മണ്ഡലതല നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളെ പരിശോധിക്കുമ്പോൾ കേരളം മുമ്പിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിശീർഷ വരുമാനം 80,000 കോടി രൂപയാണ് വർദ്ധിപ്പിച്ചത്. നികുതി വരുമാനത്തിൽ 23,000 കോടി രൂപയുടെ വർധന ഉണ്ടായതായും മുഖ്യമന്ത്രി പറഞ്ഞു. റെയിൽ പദ്ധതി അപ്രായോഗികവും കേരളത്തിൽ ഒരു കാരണവശാലും നടപ്പാക്കാൻ കഴിയാത്തതുമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമ്മതിച്ചാലും പദ്ധതി നടപ്പാക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്തിനെ പാരിസ്ഥിതികമായും സാമ്പത്തികമായും തകർക്കുന്ന പദ്ധതിയാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. കൊല്ലത്ത് നീണ്ടകര, ആലപ്പുഴ ദേവികുളങ്ങര, കോട്ടയം കുറുവിലങ്ങാട്, ഇടുക്കിയിലെ ചിന്നക്കനാൽ, മലപ്പുറം വേങ്ങര, കണ്ണമംഗലം എന്നീ പഞ്ചായത്തുകളിലാണ് ബോധവൽക്കരണ പരിപാടി നടന്നത്. തൃശൂർ ജില്ലയിലെ ഗ്രാമീണ മേഖലയിൽ ഇതുവരെ 46 പഞ്ചായത്തുകളിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. 2024 കേരളത്തിലെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് സമാപനം. വർക്കല ശിവഗിരിയിൽ നടന്ന സമാപന ചടങ്ങ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ ഉന്നമനത്തിലും അഗാധമായ ഉൾക്കാഴ്ചയുള്ള വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന് 1 ദിനം പിന്നിട്ടപ്പോഴേക്കും സന്നിധാനത്ത് തിരക്കേറി. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ പോലീസ് തീർത്ഥാടകരുടെ വാഹനങ്ങൾ ടോക്കൺ ഏർപ്പെടുത്തി പിടിച്ചിടുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ ഇന്ന് ജില്ലയിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക പെരുന്നാളിന് മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. വാച്ച് ടവറിൽ നിന്നും പള്ളിയിലെത്തുന്നവരെ മുഴുവൻ സമയവും നിരീക്ഷിക്കും. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സന്നദ്ധ സേനകളെ നിയോഗിക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ എല്ലാ നടപടികളും ഏകോപനത്തോടെ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ പയ്യമ്പാലത്ത് ഗവർണറുടെ കോലം കത്തിച്ച 5 SFI നേതാക്കൾക്കെതിരെ കേസെടുത്തു. പപ്പാഞ്ഞി മാതൃകയിലുള്ള 30 അടി ഉയരത്തുള്ള കോലമാണ് കത്തിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.